എക്സിറ്റ് പോളുകളെക്കുറിച്ച് ഇനി അധികമായി സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. രാജ്യത്തിൻ്റെ ജനവിധി ക്രിസ്റ്റൽ ക്ലിയറായി ഓരോ സംസ്ഥാനം തിരിച്ച് നമ്മുടെ മുന്നിലുള്ളപ്പോൾ എക്സിറ്റ് പോൾ ആശാന്മാർ വീട്ടിൽ പോയി വേറെ വല്ല പണിയും എടുക്കുന്നതാണ് നല്ലത് എന്ന് രാജ്യം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ടെലിവിഷൻ സ്റ്റുഡിയോയിലിരുന്ന് പൊട്ടിക്കരയുന്ന രാജ്യത്തെ ഏറ്റവും ആധികാരിക എക്സിറ്റ് പോൾ ഏജൻസി എന്ന് അവകാശപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ തലവൻ പ്രദീപ് ഗുപ്ത, ഈ കരച്ചിൽ കാണുമ്പോൾ സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് തോന്നുന്നത്. ഒരാളുടെ സങ്കടം കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് സാഡിസമാണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിമർശിച്ചേക്കാം. പക്ഷേ ഇത് സാഡിസമല്ല തന്നെ, ഇത് ഒരു കാവ്യനീതിയാണ്. ഇതേ മനുഷ്യൻ ആ എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വന്ന ദിവസം ഇതേ ചാനലുകളിലിരുന്ന് രാഹുൽ ഗാന്ധിയെ അപമാനിച്ച് പൊട്ടിച്ചിരിച്ചത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? രാഹുൽ ഗാന്ധിയുടെ ഖടാഖട്ട് പരാമർശം ഇതിലും വലിയൊരു കോമാളിത്തരമുണ്ടോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളാത്തയാൾ, വെറുതെ ഒരു ഖടാഖട്ടെന്നും പറഞ്ഞ് ഒരു പ്രഖ്യാപനവുമായി ഇറങ്ങിയാൽ ജനം വന്ന് വോട്ട് ചെയ്ത് കൊടുക്കുമെന്നാണോ തോന്നുന്നത് എന്നുള്ള ചോദ്യം. 401 സീറ്റ് പ്രവചിച്ച ആശാനാണ്. എത്ര? 401. മോദി പറഞ്ഞതിനേക്കാൾ ഒരെണ്ണം കൂടുതൽ പറഞ്ഞു ഈ എക്സിറ്റ് പോളിൽ. പ്രീ പോൾ ഘട്ടത്തിൽ പറയുന്നത് പോട്ടെ, 7 അയലത്തെത്തിയോ 301 തികയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ 400 പറഞ്ഞയിടത്ത് 300 പോലും കിട്ടാത്ത അവസ്ഥ ഒരു എക്സിറ്റ് പോളിന്റെ ഗതികേട് എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ഈ പണി നിർത്തണമെന്നേ ഇവരൊക്കെ. സംസ്ഥാനങ്ങൾ മുഴുവൻ തെറ്റി. ഇതേ മനുഷ്യൻ തന്നെ തനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉത്തർപ്രദേശിന്റെ ഫലത്തെക്കുറിച്ചും എക്സിറ്റ് പോളിനെ കുറിച്ചും ഏറ്റവും ആശങ്കയുള്ളത് ബംഗാളിന്റെ കാര്യത്തിലുമാണ് എന്ന് പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ബംഗാൾ തെറ്റുമെന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളത്. ബംഗാൾ എന്തായാലും തെറ്റി, നേരെ തിരിച്ചു തന്നെ സംഭവിച്ചു. ഉത്തർപ്രദേശും തെറ്റി, ഉത്തർപ്രദേശിലും തിരിച്ചു സംഭവിച്ചു. സമാജ്വാദി പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായില്ലേ? ആരും പ്രവചിക്കാത്തത്, ഒരു എക്സിറ്റ് പോൾ ഏജൻസിക്കും പറയാൻ സാധിക്കാത്തത്, പക്ഷേ പ്രാദേശിക എക്സിറ്റ് പോൾ ഏജൻസികൾ അത് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മനുഷ്യനൊക്കെ ഇരുന്ന് 410 സീറ്റ് വരെ പോയേക്കും. രാഹുൽ ഗാന്ധിയൊക്കെ അത്രയ്ക്ക് കോമാളിത്തരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാട്ടിക്കൂട്ടിയത് എന്നാണ് ഈ എക്സിറ്റ് പോൾ വിദഗ്ധന്മാർ അവരുടെ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞത്. ഈ ഗോദി മീഡിയ അവതാരകരും ഈ എക്സിറ്റ് പോൾ വിദഗ്ധന്മാരും ഒക്കെ ചേർന്ന് അപമാനിച്ചങ്ങ് തള്ളുകയായിരുന്നു ആ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ചർച്ചകളിലിരുന്ന്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്ന് തെറ്റിപ്പോയതിന് കരയുന്നു. ഇത് തെറ്റല്ല, ഇത് ഒരു തോന്നിയാസത്തിന് കിട്ടിയ വലിയ ജനവിധിയാണ്. ശരിക്കും കോൺഗ്രസിന്റെ വക്താവ് പവൻ ഖേര ആജ് തക്കിന്റെ മറ്റോ ചർച്ചയിൽ വന്നിരുന്ന് ഇതേ ഗുപ്തയെ അപ്പുറത്ത് കിട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ രാജ്യത്തോട് മാപ്പ് പറയില്ലേ എന്ന്. കാരണം ഒരു ഊള എക്സിറ്റ് പോൾ ഉണ്ടാക്കിവിട്ട് പാവപ്പെട്ട ആളുകളെ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കോടികൾ നിക്ഷേപിച്ച് അവർക്ക് കൊടിയ നഷ്ടമുണ്ടാക്കിയതിന്, അതെ അതാണ് ഇവർ ചെയ്തത്. കോർപ്പറേറ്റുകളിൽ നിന്ന് പണം വാങ്ങി ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ച, ശരിക്കു പറഞ്ഞാൽ ആളുകളെ വലിപ്പിച്ച ആശാന്മാർ, നിങ്ങൾ മാപ്പ് പറയണമെന്നാണ് പവൻ ഖേര പറഞ്ഞത്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടത് ആ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇവർ രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. കാരണം ഇവർ ചെയ്തത് ചെറിയ ചതിയല്ല, കോടിക്കണക്കിന് രൂപ. നമ്മൾ അതിൻ്റെ കണക്ക് പറഞ്ഞിരുന്നു. ഒറ്റ മണിക്കൂറിൽ തന്നെ പല കോർപ്പറേറ്റ് വമ്പന്മാർക്കും ഉണ്ടായത് ലക്ഷക്കണക്കിന് കോടിയുടെ വർധനയാണ് അവരുടെ സ്റ്റോക്കിൽ. അവരുടെ കയ്യിൽ ഒരുപക്ഷെ സത്യസന്ധമായ ഡാറ്റ ഉണ്ടായിരുന്നിരിക്കണം. അത് വച്ചിട്ട് പോലും ഈ ക്രൂരത രാജ്യത്തോട് ചെയ്തവർ എത്ര പൊട്ടിക്കരഞ്ഞാലും അതിൽ തുള്ളിച്ചാടാൻ തന്നെ തോന്നുകയുള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച മോദി സർക്കാരിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്ന മനുഷ്യൻ തൻ്റെ സ്വയം പൊങ്ങലിനും അഹങ്കാരത്തിനും ജനം നൽകിയ തിരിച്ചടിക്കു ശേഷം BJP ഓഫീസിൽ നടത്തിയ ആ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിരുന്നു. മോദി സർക്കാർ, മോദി കി ഗ്യാരണ്ടി, മോദിയുടെ പ്രകടനം, മോദിയുടെ ഭരണം, ഇങ്ങനെ നിരന്തരം മോദി മോദി എന്ന് സ്വയം പൊങ്ങി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ അലറി വിളിച്ച് നടന്നിരുന്ന 400 അണ്ണൻ ഇപ്പോൾ ജനം നൽകിയ തിരിച്ചടിക്ക് ശേഷം BJP ഓഫീസിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ ആ ചെറിയ പ്രസംഗത്തിനിടയിൽ 49 വട്ടമാണ് NDA എന്ന് പറഞ്ഞത്. ഇത് ഞാൻ എണ്ണിയതാണ്. ഈ NDA 49 വട്ടം. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊന്നും BJP എന്ന് പോലും നേരെ ചൊവ്വേ പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് മോദിയായിരുന്നു. ഇപ്പോൾ ഒരു വാചകം പറയുമ്പോൾ അതിൽ 3 വട്ടം NDA എന്ന് പറയും.
ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു ജിയുടെ നേതൃത്വത്തിലുള്ള NDA, ബീഹാറിൽ നിതീഷ് കുമാർ ജിയുടെ നേതൃത്വത്തിലുള്ള NDA. ബീഹാറിൽ BJP പോലുമല്ല മുമ്പിൽ, നിതീഷ് കുമാർ ജിയാണ് ഏറ്റവും വലിയ മഹാനായ നേതാവ് എന്നാണ് ഈ ജി 400 ജി ഇപ്പോൾ BJP ആഫീസിൽ നിന്ന് പറഞ്ഞു വയ്ക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 ജിമാരും ഇല്ലെങ്കിൽ ഈ ജിക്ക് ഇനി ഭരിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് കൊണ്ട്, അവരുടെ കാല് പിടിച്ചേ മതിയാകൂ എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്ക് ഇനിയുള്ളത് NDA സർക്കാരാണ് എന്ന് പറയേണ്ടി വരുന്നു. അതുതന്നെയാണ് ഈ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് വഴി ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം. മോദി സർക്കാർ ഒരു പകൽ കൊണ്ട് ഇല്ലാതായിരിക്കുന്നു. ഇനി NDA സർക്കാരാണ് BJPയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നത് എന്ന് ചുരുക്കം. അവർ എത്ര നാൾ ആ സഖ്യത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കാത്തിരുന്ന് കാണാം. BJP അണിയറയിൽ ഒരുക്കിയിരുന്ന ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള അജണ്ടകളൊക്കെ അവർക്കിനി പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാൻ മരിക്കുന്നതുവരെയും ഇന്ത്യയിൽ മുസ്ലിം സംവരണം നടപ്പിലാക്കില്ല, ഇനി ഒരു സംസ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിയ നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ആ NDA സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന ചന്ദ്രബാബു നായിഡു തന്നെ ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ സംവരണം നൽകുമെന്നാണ്, നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ്. ആ ചന്ദ്രബാബു നായിഡു നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു സർക്കാരിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്നാൽ, നരേന്ദ്രമോദി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചന്ദ്രബാബു നായിഡു 4% മുസ്ലിം സംവരണം ആന്ധ്രയിലെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് കാണേണ്ടി വരും. അതുകൊണ്ട് നല്ല പണി എന്ന് പറയുന്നത്, ഈ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം സംവരണമൊന്നും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി തൽക്കാലം ആ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറി നിന്ന് ആ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലൊക്കെ വന്ന് ചെയ്ത പണിയുണ്ടല്ലോ, അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പരമദയനീയമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടായിരുന്നോ ആ പ്രസംഗവേളയിൽ? ഇടയ്ക്ക് പൊട്ടിക്കരയാനുള്ള ആ വ്യഗ്രതയോടുകൂടിയാണ് അദ്ദേഹം സംസാരിച്ചത്. അത്രമാത്രം സങ്കടമുള്ളിലുണ്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് നിയമസഭയിലും ഒഡീഷ നിയമസഭയിലും ഞങ്ങൾ അധികാരത്തിലെത്തിയതാണ് ഏറ്റവും വലിയ നേട്ടം എന്നുള്ള നിലയിലാണ് പറയുന്നത്. അവിടെ ഒന്നും കോൺഗ്രസിനൊന്നും നേടാനായില്ല എന്ന്. കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് ഇരട്ടി സീറ്റുകൾ ഇത്തവണ നേടി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നേട്ടം. ഒരു തകർച്ചയിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു എന്ന് എല്ലാവരും എഴുതിത്തള്ളിയയിടത്തു നിന്ന് കോൺഗ്രസിൻ്റെ അതിശക്തമായ തിരിച്ചുവരവുണ്ടായില്ലേ? ഇന്ത്യ സഖ്യം BJPക്ക് ഭീഷണി ഉയർത്തുന്ന തലത്തിലേക്ക് മാറിയില്ലേ? ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുണ്ടായ ചില പിടിപ്പുകേടുകൾ കൊണ്ട് സംഭവിച്ചു പോയ ഒരബദ്ധം, അതല്ലായിരുന്നെങ്കിൽ BJP നക്ഷത്രക്കാൽ എണ്ണിയേനെ.